ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റ പാടെ തന്നെ ഞാൻ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിന്ന് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദോശയ്ക്ക് മാവൊക്കെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂടോടെ ചുട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാനാകുമ്പോൾ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ശർക്കര കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് ദോശയ്ക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം ചട്നി ആയതുകൊണ്ട് നമുക്കിന്ന് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉച്ചത്തേക്കുള്ള അതും കൂടെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറും കറിയും മീൻ വറുത്തത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക കൊണ്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മോര് കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഇറങ്ങണം കേട്ടോ എനിക്കിഷ്ടമുള്ളത്. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് പോയി ഉണ്ടാക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ആ തുടയ്ക്കലൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചായ കുടിക്കാനൊക്കെ ആയപ്പം ദോശ ചൂടോടെ ഇട്ട് കഴിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുവരെ നേവി ഒന്നും ഉണന്നിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞ് ഉണന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ അവനും അവൻ്റെ പപ്പയും നല്ല അവിടെ പാട്ടും കൂത്തും എന്തൊക്കെയോ ആണ് കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഇതിലായിരുന്നു. എന്നാൽ പിന്നെ അവരുടെ കളി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ദോശയും ചട്നിയും കൂടിയിട്ട് നന്നായിട്ട് ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൂടോടെ ദോശ കഴിക്കാമെന്ന് പറയുന്നത് അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത് വലിയ ടേസ്റ്റായിട്ട് തോന്നും. പക്ഷെ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ വേറൊരു വൈബ് തന്നെയാണ്. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയട്ടെ, എന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് ഞാൻ നേരെ ചായയൊക്കെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേവിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനും ദോശയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മളെല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കള മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് തുണികൾ. അപ്പോൾ ഇനി അതിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നത് നമുക്ക് തുണികൾ ഒരുപാട് അലക്കാണ്ടായിരുന്നു. അപ്പോൾ അലക്കിയിടുമ്പോഴുള്ള സ്ഥിരം എൻ്റെ ഒരു ഹെൽപ്പറാണ് കേട്ടോ എൻ്റെ കുട്ടി എന്ന് പറയുന്നത്. അവനായിരിക്കും എനിക്ക് നമുക്ക് തോരയിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു തരുന്നത് അവനാണ്. അപ്പം ഞാനിതിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ വലുതാകുമ്പോൾ എനിക്കിതൊക്കെ എടുത്തു തരുമോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ എനിക്കെല്ലാം എടുത്തു തരും, ഞാൻ തോരയിടും. ഇങ്ങനെയാണ് കേട്ടോ പൊതുവേ ഉണ്ടാവാറ് അവനും കൂടെയുള്ള സമയത്ത്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമാണ് കേട്ടോ, വന്നു കഴിഞ്ഞാൽ ഒരു ചന്ദനക്കുറി ഇടണമെന്ന്. അപ്പം എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പുറത്ത് കൂടെ ഒരു നടത്താണ്. വീടിൻ്റെ മുന്നിൽ തന്നെ നല്ലൊരു റോഡുണ്ട്. അപ്പോൾ റോഡിലൂടെ അവന് എന്നും ഒരു നടത്തല്ലെങ്കിൽ അവനൊരു സുഖം കിട്ടില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്തു കൂടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് കയറി കേട്ടോ. അങ്ങനെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ വിശന്നപ്പം ഞാൻ ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് മോരുകറിയും നമ്മുടെ മത്തി വറുത്തതും പിന്നെ വെണ്ടയ്ക്ക തോരനും പപ്പടമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മോരുകറിയുടെ കൂടെ മത്തി ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? നല്ല കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മഞ്ചേരി ഇന്ത്യൻ മാളിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സൺഡേസിൽ മിക്കവാറും നമ്മൾ പുറത്തൊക്കെ ചിലപ്പോൾ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ തോന്നിയിട്ട് നിമിഷത്തിൽ ഇന്ത്യൻ മാളിലോട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമുക്ക് മോമോസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാച്ചാൽ ഞാൻ മോമോസ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എന്താവും എന്നുള്ളതിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, മോമോസ് വരട്ടെ എഴുതിയിട്ട്. അങ്ങനെ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കഴിച്ചു നോക്കിയിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇവിടെ ഒരാൾ വായ ആട്ടുന്നുണ്ടെങ്കിലും പക്ഷേ കൊടുത്തു നോക്കിയപ്പോൾ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച്
നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ KR ബേക്കറി കണ്ടു. KR ബേക്കറി കണ്ടപ്പോൾ അവിടെ കയറി ഒരു ഷവായം കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി രാത്രിക്ക് ഇനിയൊന്നും വേണ്ട. വന്ന വഴിക്ക് ഞാൻ കിച്ചണിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തീർത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.